എൻ്റെ നാട്ടിക എൻ്റെ അഭിമാനം എന്ന പദ്ധതിയുടെ ഭാഗമായി 1000 പേർക്ക് നാട്ടിക നിയോജക മണ്ഡലത്തിൽ എല്ലാ മാസവും പെൻഷൻ നൽകുന്ന ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷന് തുടക്കമായി. KPCC വർക്കിംഗ് പ്രസിഡന്റും മുൻ MP-യുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഇതങ്ങനെ ചിന്തിപ്പിക്കുകയും നമ്മുടെ മനസ്സിൽ കൂട്ടുകൂടുകയും ചെയ്യുന്ന ഒരു ലളിതമായ ചടങ്ങാണ്. ഞങ്ങളിവിടെ വന്ന് ഓരോരുത്തർ വർത്തമാനം പറഞ്ഞപ്പോൾ ചില അമ്മമാർ കരഞ്ഞു, നല്ല അച്ഛന്മാർ കരഞ്ഞു. അവരെ കൈപിടിച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ അവരുടെ സങ്കടം, വേദന, അസുഖം, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയാതെ രണ്ട് കണ്ണീന്നും കണ്ണുനീരിങ്ങനെ ഒഴുകി വരുന്നത് കാണാനിടയായി. ഈ സങ്കടങ്ങൾ മനുഷ്യൻ്റെ സങ്കടത്തിന് മുന്നിൽ ആ സങ്കടമുള്ള ആളുകളെ നമ്മുടെ ഹൃദയത്തോട് എങ്ങനെ ചേർത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സാധാരണ മനുഷ്യൻ ആലോചിക്കേണ്ടത്. നമ്മളെല്ലാവരും ഒരു ദിവസം ഇവിടുന്ന് പോകും, എല്ലാവരും പോകും. അല്ല, ആരും ഇവിടെ ചിരഞ്ജീവികളായി ജീവിക്കൂല. ഈശ്വരൻ നിശ്ചയിച്ച ഒരു ദിവസമുണ്ട്. ആ ദിവസം നമുക്ക് ഇവിടുന്ന് പോയേ മതിയാകും. പക്ഷെ അത് പോകുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്ത നന്മ എന്താണ്, ശരി എന്താണ്, നമ്മുടെ സ്നേഹം പ്രകടിപ്പിച്ചത് ആരോടാണ്, ആർക്കാണ് അർഹതപ്പെട്ടവരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തിയത്, അത് സൂചിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭമാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ കൂടിയും വികാരപരമായ ഈ പരിപാടിയോട് പ്രത്യേകമായ ഒരു സ്നേഹമുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. പെൻഷൻ വിതരണ ഉദ്ഘാടനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. പദ്ധതി ആരംഭിച്ചത് ചാഴൂർ പഞ്ചായത്തിൽ നിന്നാണ്. 100 മാതാപിതാക്കൾക്ക് എല്ലാ മാസവും പെൻഷൻ വീടുകൾ എത്തിക്കുക എന്നുള്ള പദ്ധതിയായിട്ടാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ പദ്ധതി നാട്ടിക നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ മുഴുവൻ സ്ഥലങ്ങളിലും എത്തിക്കുമെന്ന് ഉമ്മൻചാണ്ടി കാരുണ്യ പെൻഷൻ പദ്ധതിയുടെ ചെയർമാൻ സുനിൽ ലാലൂർ പറഞ്ഞു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, ചിറക്കൽ മദ്രസ തൻവീർ അലി അദാനി, സിജോ ജോർജ്, KK അശോകൻ, PK ഇബ്രാഹിം, രാജേഷ് ചാഴൂർ, അശോകൻ കോമത്തുകാട്ടിൽ, CM പരമശിവൻ, ജോൺ ജേക്കബ്, ജോഷി ആലപ്പാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീബ എന്നിവർ സംസാരിച്ചു. ചടങ്ങിനു ശേഷം 100 മാതാപിതാക്കൾക്ക് അരി വിതരണവും നടത്തി.